നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ഗുരുവായൂരിലുള്ള പഞ്ചാരമുക്കിലെ ചിക്സിറ്റോയിലാണ്. ആൻഡ് ചിക്സിറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസിലൂടെ ഒത്തിരി കണ്ടിട്ടുള്ള പേരാണിതെന്ന്. സോ തീർച്ചയായിട്ടും രണ്ട് പേര്, അതായത് കപ്പിൾസ് ആണ് കേട്ടോ. അവരവരുടെ പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഷോർട്ട് ടേമിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറി. സോ യെസ്, അപ്പോൾ ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സോ യെസ്, കം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഫ്രൈഡ് ചിക്കനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള റവ് സാറും അതുപോലെ തന്നെ നുസ്രി മാമിനെയുമാണ്. ആൻഡ് ദെയർ ബണ്ടിൽ ഓഫ് ജോയ് യാരെയും. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഒത്തിരി ഫേമസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ അഭിഷാദ് ഗുരുവായൂർ സാറിൻ്റെ പേജിൽ നിന്നും. തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആളെത്തുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഒരുപാട് ഫേമസ് ആവുന്നു. ഇന്ന് അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 monthsനുള്ളിലാണ് ഈ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ളത്. സോ ആ ഒരു ജേർണി എങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നത്? അതെ, നമ്മളെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് 4 മാസം നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അഭിഷാദ് ഗുരുവായൂരിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഞാൻ ഡെലിവറി ചെയ്ത് വരുമ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ഭയങ്കര ക്രൗഡ്. എനിക്കറിയില്ല ഈ അഭിഷാദ് ഗുരുവായൂരാണെന്ന് എനിക്കറിയില്ല. ഒരു സെലിബ്രിറ്റി എന്നറിയാം എനിക്ക്. ഞാൻ തന്നെ പോയി ഉള്ളിൽ മീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാളാണ് അഭിഷാദ് ഗുരുവായൂർ. ഞാൻ തന്നെ എൻ്റെ മാറ്റർ കംപ്ലീറ്റ് പറഞ്ഞു. ഞാനൊരു എൻജിനീയറാണ്, വൈഫ് ഉണ്ടാക്കി തന്നിട്ട് ഭർത്താവ് കൊണ്ടുകൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ നാട്ടിലൊരു പ്രൊഡക്റ്റ് അല്ലേ, നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്കൊന്ന് 4 ആൾക്കാരെ അറിയിച്ച് തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞൊരു മറുപടി, നീ എന്നെ മുന്നറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളെ മോട്ടിവേഷൻ കണ്ടിട്ടാണ് ഈ നിലയ്ക്ക് ഞാൻ ആയത്. അത്ര ഞാൻ മാത്രം പറഞ്ഞ് ഞങ്ങളങ്ങ് ഡയറക്റ്റ് സ്പീച്ചൊക്കെ നടത്തി പോയി. 155 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഭിഷാദ് ഗുരുവായൂർ സാറ് എന്നെ വിളിക്കുന്നത്. 155 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയണം, നിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആളുടെ വീട്ടിൽ പോയിട്ട് ആളുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊടുത്തു. അവർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്. ആ പ്രൊഡക്റ്റ് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആളുടെ പേജിൽ ഒരു ഫുഡിൻ്റെ ഒരു വ്ളോഗും ഒരു ഫുഡിൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ ചിക്സിറ്റോ അന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്ന ചിക്ലീഷ്യസ് എന്നായിരുന്നു. അന്ന് അത് ആ ഒരു വീഡിയോ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരിൽ എത്തിപ്പെട്ടു ആ വീഡിയോ. താങ്ക് യു അഭിഷാദ് സാർ. ഓക്കെ, സോ അപ്പം ഈ ഒരു 8 മാസം മാത്രമായിരുന്നോ നമ്മളുടെ ഈ ഒരു ചിക്സിറ്റോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നതാണോ, അതോ പെട്ടെന്നൊരു ദിവസം തോന്നി, അല്ലെങ്കിൽ ഈ ഒരു ഒരു ദിവസം ഇതുണ്ടാക്കിയപ്പോൾ കൊള്ളാം എന്നാൽ ഇത് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം, അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നോ? ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ്? ആ ഒരു മാസ്റ്റർ ബ്രെയിൻ ആരുടെയായിരുന്നു? ആക്ച്വലി ഇത് നമ്മൾ ആളുടെ വൈഫിൻ്റെ റെസിപ്പിയാണ്. വൈഫിൻ്റെ റെസിപ്പി ആള് 4 വർഷമായിട്ട് ഇയാളുടെ കയ്യിൽ റെസിപ്പി ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ 100% ആയിട്ടില്ല. 70, 65, 75. നമുക്ക് ഒരു മാർക്കറ്റിലേക്ക് ഇറക്കണമെങ്കിൽ 100% ആവണം അല്ലേ? അത് ആവാന് പല അഡ്വൈസും പല ആൾക്കാരെയും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം, കുറക്കണം, കൂട്ടണം, അതൊക്കെ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും? ഞാനൊരു എഞ്ചിനീയറാണ്, ഇത് എങ്ങനെ മാർക്കറ്റിൽ ഇറക്കും? അത് ഒരുപാട് ചോദ്യങ്ങളായി. ഞാനൊരു എഞ്ചിനീയറാണ്, ഓയിൽ ആൻഡ് ഗ്യാസിൽ 13 വർഷം റിഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാള് ഈ ഒരു ഡെലിവറി ബോയ് ആയിട്ട് എങ്ങനെ പണിയെടുക്കും? അറിയാലോ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരുപാട്
ചോദ്യചിഹ്നമായി മാറി. ഇതെങ്ങനെ ഇത് മാർക്കറ്റിൽ ഇറക്കും? ഒരു ലേബറിനെ വെച്ചിട്ട് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല, ഇല്ല. അപ്പോൾ ഞാൻ തന്നെ അവളോട് ഞാൻ ചോദിച്ചു, എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു, നീ ഉണ്ടാക്കി തരുമോ ഞാൻ കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവൾ തന്നെ എക്സൈറ്റ്മെന്റ് ആയി. സോ ചിക്സിറ്റോടെ മാസ്റ്റർ ഷെഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് നസ്രിൻ മാമിനെ പറയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? അതായത് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെയൊക്കെ ഒരു ഫ്ലേവറിലൊക്കെ ആക്കിയാൽ ബാക്കിയുള്ളതിനെക്കാട്ടിൽ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? ഓൾറെഡി ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റെസിപ്പി എനിക്ക് എല്ലായിടത്തും ചെന്നെത്തിക്കണം, അല്ലെങ്കിൽ ബൈ ചാൻസ് ഓക്കെ ഇത് കൊള്ളാം, അങ്ങനെ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ജേർണി ഇതിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മോൾക്ക് ബ്രോസ്റ്റഡിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അത് എല്ലാവരും കഴിച്ച് നോക്കുമ്പോൾ നല്ലതാന്നുള്ള ആ ഒരു ഇത് പറയാറുണ്ട്. അങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു ബിസിനസ് ആ ഒരു ഇതിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതെങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ള ആ ഒരു ഇതിൽ കുറേ എൻ്റേതായിട്ടുള്ള കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു 4 വർഷം എടുത്തു ഈ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ തീർച്ചയായിട്ടും ഒരാളിൽ നിന്ന് തുടങ്ങിയ നമ്മളുടെ ചിക്സിറ്റോ ഇപ്പോൾ ഇനി എത്ര സ്റ്റാഫ്സ് ആണുള്ളത്, അതുപോലെ തന്നെ പുതിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ആൻഡ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സിലൊക്കെ തന്നെ ഫേമസ് ആണ്. സോ യെസ്, അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് കൂടി ഒന്ന് പറയാമോ? ആക്ച്വലി ഫ്രം ദ ബിഗിനിങ് ഞാൻ തന്നെ ആയിരുന്നു ഡെലിവറി ബോയ്. ഫസ്റ്റത്തെ ഒരു 3 മാസം ഞാൻ തന്നെ ഡെലിവറി ബോയ് ആയിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അഭിഷാദ് സാറിൻ്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ 4 പേരെ വെച്ചു, 4 ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്കൊരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മൾ ചിന്തിച്ചത് നമുക്കൊരു ഔട്ട്ലെറ്റിനുള്ള സമയമായി. അപ്പോഴായിരുന്നു ഔട്ട്ലെറ്റിലോട്ട് വന്നത്. ഇപ്പം നമുക്കൊരു 6 സ്റ്റാഫുണ്ട്. നമ്മൾ ഔട്ട്ലെറ്റ് ഇപ്പോൾ ഉള്ളത് ഗുരുവായൂർ പഞ്ചാരമുക്കിലാണ്. നമ്മൾ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ ചെയ്യുക, അതിലൂടെയാണ് മാക്സിമം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇനി നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാത്തിലും ഉണ്ട്. മാക്സിമം നമ്മുടെ ക്രൗഡ് കാരണം നമുക്ക് മാക്സിമം ടൈം ഓഫായിരിക്കും. നമ്മളെ സ്ഥലപരിമിതി കാരണം നമ്മൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഔട്ട്ലെറ്റ്സ് വരുന്നത് വലിയ കപ്പാസിറ്റിയിലൂടെയാണ് വരുന്നത്. 2-3 ഔട്ട്ലെറ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ വരും. സോ യാരൊക്കെ എങ്ങനെയാണ് ഉമ്മയുടെ ആ ഒരു ചിക്കൻ റെസിപ്പിക്ക് ഇഷ്ടമാണോ? നമ്മളെ ചിക്സിറ്റോ യാരൊക്കെ വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞത് ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? ഞാനും കേട്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയിലൊക്കെ ആക്കിച്ചതാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ വരുന്നത്. കറക്റ്റാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എവരിവൺ. തീർച്ചയായിട്ടും ചിക്സിറ്റോ നമ്മളുടെ ബാക്കി എല്ലാ ബ്രാൻഡ്സിനെയും കടത്തി വെട്ടി ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭാര്യ ഉണ്ടാക്കുന്നു ആൻഡ് ഭർത്താവ് ഡെലിവറി ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിക്സിറ്റോയുടെ ഫ്രൈഡ് ചിക്കൻ. സോ തീർച്ചയായിട്ടും ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ആൻഡ് അടുത്തറിയാമെൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സെഗ്മെൻറ്റും ഒക്കെ ആയിട്ട് കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.